ബലൻഡോർ പുരസ്കാരത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയിലേക്കാണ്. സാധാരണ നമ്മൾ കാലങ്ങളായി മെസ്സി, റൊണാൾഡോ, സുവാരസ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നെങ്കിൽ അതിനപ്പുറത്തുള്ള പേരുകളിലേക്ക് കടന്നിരിക്കുന്ന ഒരു വർഷം കൂടിയാണ്. ഈ വർഷത്തെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബലൻഡോർ പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. ഒസ്മാൻ ഡെംബലെ, ലെമിൻ യമാൽ, എംബാപ്പെ, സല തുടങ്ങിയ സൂപ്പർ താരങ്ങളാണ് സാധ്യതാ പട്ടികയിൽ ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നത്. വനിതാ താരത്തിനും പരിശീലകർക്കും യുവതാരങ്ങൾക്കും പുരസ്കാരം നൽകുന്നുണ്ട്. രാത്രി 11:15 പ്രഖ്യാപനം. അതേസമയം ഇന്ന് ഫ്രഞ്ച് ലീഗിൽ മത്സരമുള്ളതിനാൽ PSG താരങ്ങളും പരിശീലകരും പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയുമാണ്. ഇതിഹാസങ്ങളിൽ നിന്ന് വഴിമാറി ഫുട്ബോൾ യുവതലമുറയിലേക്കുള്ള സഞ്ചാരം. ആരാണ് മികച്ച താരമെന്ന് ഒറ്റനോട്ടത്തിൽ കണ്ടെത്താനാകാത്ത കാലം. ഒരിക്കൽ കൂടി പാരീസിലെ ബലൻഡോർ വേദിയിൽ ഈ വർഷത്തെ സ്വർണ്ണപ്പന്തിന്റെ അവകാശിയെ തേടുമ്പോൾ ഒന്നുറപ്പ്, അതൊരു പുതുമുഖമാകും. ബലൻഡോർ വാരിക്കുട്ടിയെ ലിയോണൽ മെസ്സി ഇല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല, നിലവിലെ അവകാശി റോഡ്രി ഇല്ല. പുതിയ സംഘത്തിൽ ഏറെയും PSG ചുണക്കുട്ടികൾ. 30 പേരുടെ അവസാന പട്ടികയിൽ 9 ഫ്രഞ്ച് ക്ലബിൽ നിന്ന്. PSG സീസണിൽ ട്രിബിൾ നേടിയെന്നത് മാത്രമല്ല, ചരിത്രത്തിലാദ്യമായാണ് യൂറോപ്യൻ കപ്പ് ടീം സ്വന്തമാക്കുന്നതും. കിലിയൻ എംബപ്പയും ലിയോണൽ മെസ്സിയും നെയ്മാറും ഒന്നിച്ച് കളിച്ചിട്ടും സ്വന്തമാക്കാത്ത നേട്ടം ടീമിന് സമ്മാനിച്ച ഒസ്മാൻ ഡെംബലെ തന്നെ ബലൻഡോർ പോരിൽ മുന്നിൽ. ഒപ്പം പടനയിച്ച നുനോ മെൻഡസും അഷ്റഫ് ഹക്കീമിയും വിറ്റീഞ്ഞയും യാവോനെവസും ഗോൾ കീപ്പർ ഡോൺറുമയും ഡിസയർ ദുവയും ക്യുച്ചയും ഫാബിയൻ റൂയിസും പട്ടികയിലുണ്ട്. ഡെംബലേക്ക് ഒത്ത എതിരാളി ബാഴ്സലോണ താരം ലെമിൻ യമാൽ തന്നെ. പോയ വർഷത്തെ യുവതാരം ഒരു വർഷത്തിനിപ്പുറം സ്വർണ്ണപ്പന്തിൽ തന്നെയാണ് നോട്ടം. ലാലിഗയും കോപ്പ ഡെൽ റേയും സ്പാനിഷ് സൂപ്പർ കപ്പും നേടിയത് മാത്രമല്ല, ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിലുമെത്തി കറ്റാലൻസ്. യമാലിനൊപ്പം റഫീഞ്ഞയും മിന്നും സാന്നിധ്യമായി മുന്നിലുണ്ട്. ഒപ്പം ബാഴ്സലോണയിൽ നിന്ന് ലെവൻഡോസ്കിയും പെഡ്രിയും ഉണ്ടെങ്കിലും അവസാന മൂന്നിലെത്താൻ സാധ്യത കുറവ്. റയൽ മാഡ്രിഡിൽ ഗോൾവേട്ട തുടരുന്ന ഫ്രഞ്ച് താരം കിലിയൻ എംബപ്പെ, ഇംഗ്ലണ്ട് താരം ജൂഡ് ബെല്ലിംഗം, വിനീഷ്യസ് ജൂനിയർ, ലിവർപൂളിന് വീണ്ടും പ്രീമിയർ ലീഗ് കിരീടം സമ്മാനിച്ച മുഹമ്മദ് സല, ബയേൺ മ്യൂണിക്കിനൊപ്പം കരിയറിലെ ആദ്യ കിരീടം സ്വന്തമാക്കിയ ഹാരി കെയ്ൻ, ഇന്റർ മിലാൻ സൂപ്പർ താരം ലൗറ്റോറോ മാർട്ടിനസ്, ചെൽസിക്ക് ക്ലബ് ലോകകപ്പ് സമ്മാനിച്ച കോൾ പാൽമർ, ആഴ്സണലിലേക്കെത്തിയ യുവതാരം വിക്ടർ യോക്കറസ് എന്നിവരും അവസാന 30-ൽ സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. മികച്ച വനിതാ താരത്തെയും ഇന്ന് പ്രഖ്യാപിക്കും. ഐത്താന ബോൺമാറ്റി, അലക്സിയ പുറ്റിയാസ്, ലൂസി ബ്രോൺസ് തുടങ്ങിയ താരങ്ങളാണ് സാധ്യതയിൽ മുന്നിൽ. ബലൻഡോറിന് പുറമെ ഏറ്റവും മികച്ച സ്ട്രൈക്കർക്കുള്ള ഗേർഡ് മുള്ളർ ട്രോഫിയും, മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫിയും, മികച്ച ഗോൾ കീപ്പർക്കുള്ള ലെവ്യാഷൻ ട്രോഫിയും, മികച്ച പരിശീലകർക്കുള്ള യോഹാൻ ക്രൈഫ് ട്രോഫിയും സമ്മാനിക്കും. മികച്ച പുരുഷ വനിതാ ടീമുകളെയും ബലൻഡോർ വേദിയിൽ പ്രഖ്യാപിക്കും. ബ്രസീലിയൻ സൂപ്പർ താരം റൊണാൾഡിഞ്ഞോ പുരസ്കാരം സമ്മാനിക്കാൻ എത്തുമെന്നാണ് റിപ്പോർട്ട്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.